അപ്പോൾ മഗ്‌രിബ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഓത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മിന്നുവിൻ്റെ ഡാൻസും കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം വേഗം കിച്ചണിലോട്ട് വന്നേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ വാങ്ങിച്ചു വെച്ച ചിക്കൻ ഫ്രിഡ്ജിൽ ഫ്രീസറിലല്ല താഴെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് പകുതി എടുത്ത് ഫ്രൈ ചെയ്തിട്ടാണ് ഞാനും മിന്നും ഉച്ചയ്ക്ക് ചോറുന്നത് കേട്ടോ. അപ്പോൾ കറി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ രാത്രി വെക്കാമെന്ന് വിചാരിച്ചു. തലേ ദിവസം ഷാന ബിരിയാണി കഴിക്കാൻ പൂതിയുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്കിന്ന് നെയ്ച്ചോറ് വെച്ചിട്ട് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ കറിയും ചോറും ഒക്കെ രാത്രി തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ എൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ എൻ്റെ മൂഡ് ഓക്കെ ആണെങ്കിൽ ഞാൻ ഏത് പാതിരാക്കും എന്ത് ചോദ്യം വേണമെങ്കിൽ ചെയ്യും കേട്ടോ. അപ്പോൾ രാത്രിയെന്നോ പകലെന്നോ ഒന്നുമില്ല. ഈ ഒരു എന്താ പറയുക, ചോറും കറിയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം രാവിലെ അടിച്ചു വാരി ഇട്ടതാണ് കേട്ടോ. വീടിൻ്റെ ഹാളും എല്ലാ ഭാഗവും അടിച്ചു വാരി നമുക്ക് തുടക്കാനായിട്ട് ടൈമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഇതൊക്കെ വെക്കൽ കഴിഞ്ഞിട്ടാണ് പിന്നെ തുടക്കാനൊക്കെ ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നെയ്ച്ചോറ് വയ്ക്കാൻ നേരത്താണെങ്കിൽ ഒരു ഗ്ലാസ് അരി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പം എന്തായാലും ഞങ്ങൾക്ക് 3 പേർക്കും അല്ലേ, അത്ര മതി. ഒരു നേരത്തിനെങ്കിൽ ഒരു നേരത്തിന് ആക്കാമെന്ന് വിചാരിച്ചിട്ട് വേഗം അങ്ങനെ കറിയൊക്കെ അടുപ്പത്ത് വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ എന്താ പറയുക, അപ്പുറത്തെ സ്റ്റൗവിലോട്ട് കറി വെച്ചിട്ട് പിന്നെ ആ ഒരു സ്റ്റൗവിൽ തന്നെ നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കാനാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പം കറിയൊക്കെ ഏകദേശം ഇതാ സെറ്റായിട്ടുണ്ട്. അപ്പം ലാസ്റ്റാണ് ഞാൻ മല്ലിച്ചപ്പും പിന്നെ കറിവേപ്പിലും ആഡ് ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെ അടച്ചു വെച്ചു. അതങ്ങോട്ട് കുക്ക് ചെയ്യാൻ വെച്ചു കേട്ടോ. അപ്പം ഞാനിതാ സ്റ്റവ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ബർണർ അപ്പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതാ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പം എൻ്റെ നെയ്ച്ചോറിൻ്റെ കാര്യം പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയുന്നതാണ്. വെരി സിമ്പിളാണ്. അപ്പം കുക്കറിലാണ് കറിയും ചോറും ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ആയി കിട്ടും. പിന്നെ സാധാ നോർമൽ ചോറും കറി ഉണ്ടാക്കണ പോലെ അത് പെട്ടെന്ന് ആവുമല്ലോ. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചോറും കറിയൊക്കെ അടുപ്പത്ത് വെച്ചതിന് ശേഷം തുടക്കാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു സമയം ഏകദേശം 7:15 7:30 മണിയൊക്കെ ആയിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ജോലി എടുക്കാനുള്ള ഒരു മൂഡ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏത് സമയത്തും എനിക്കങ്ങനെ രാത്രി പകൽ എന്നൊന്നുമില്ല കേട്ടോ. ഞാൻ ഈ ഒരു സമയത്തായാലും തുടച്ചൊക്കെ ഇടും. അപ്പം ഇന്നിപ്പോൾ ഈ ഒരു നേരത്ത് തുടച്ചൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നാളെ ഫ്രീ ആയിട്ട് ഇരിക്കാം. 2 ദിവസം പിന്നെ തുടക്കില്ല കേട്ടോ. പിന്നെ ഷാൻ കോണിൻ്റെ പടിയിൽ ഇരുന്നിട്ട് ഫോണൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതുവരെ പഠിക്കായിരുന്നു കേട്ടോ. പിന്നെ നാളെ സ്കൂളില്ല, ലീവാണ്. ഇലക്ഷൻ ആയതുകൊണ്ട് നമുക്ക് വ്യാഴവും വെള്ളി ഇവിടെ ലീവ് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേഗം തന്നെ തുടച്ചെടുക്കുകയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും എൻ്റെ ചോറ് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം അതൊക്കെ അവിടെ സെറ്റാക്കി വെച്ചു. പിന്നെ ഹാളിൽ പോയപ്പോഴാ രണ്ടാളും ഒരുമിച്ച് ഇരുന്നിട്ട് ഇവിടെ ഇരുന്നിട്ട് ഫോണും കണ്ടിരിക്കുന്നുണ്ട് കേട്ടോ.